ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ആ ചാനൽ സൈമാറ്റിക്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ആരെങ്കിലും ഈ ചാനൽ പുതിയതായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. വീഡിയോയുടെ താഴെയായിട്ട് റെഡ് കളറിൽ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ കാണും, അതൊന്ന് പ്രസ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി വരും, അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പം മാത്രമേ ഞാൻ ഒരു തവണ പുതിയ വീഡിയോ ഇടുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പം മിസ് ചെയ്യാതെ കാണാനും സാധിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പുതിയ ചാപ്റ്റർ ഒന്നുമല്ല, SLC എക്സാം അടുത്ത് വരികയാണ്. അപ്പൊ SLC മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. 2018 ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് 2-3 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും കൂടി ചെയ്യണമെന്നുണ്ട്. അപ്പൊ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് ഒട്ടും വൈകാതെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദ ഫിഗർ OABC ഈസ് എ റെക്ടാംഗിൾ. അപ്പൊ ഫിഗർ ഞാൻ ഒന്ന് വരയ്ക്കാം. ഇതാണ് തന്നേക്കുന്ന ഫിഗർ. അത് ഇത് x ഡാഷ്, ഇത് y ഡാഷും തന്നിട്ടുണ്ട്. ആൻഡ് ഇതിന്റെ പേര് ABCD എന്ന്, ABC, ഇത് O ആണ്. ഈ ഒരു വെർട്ടീസസ് മാത്രം 6, 0 തന്നിട്ടുണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്, ഇൻ ദ ഫിഗർ OABC ഈസ് എ റെക്ടാംഗിൾ ആൻഡ് ഇറ്റ്സ് ബ്രെഡ്ത്ത് ഈസ് 3. ബ്രെഡ്ത്ത് 3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. റൈറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് വെർട്ടീസസ് B ആൻഡ് C. അങ്ങനെയാണെങ്കിൽ BC കോർഡിനേറ്റ്സിന്റെ വെർട്ടീസസ് എഴുതണം. അപ്പോ ഇവിടെ എന്തായിരിക്കും, ഒറിജിൻ ആണ്, 0 എന്നായിരിക്കും മാർക്ക് ചെയ്തേക്കുന്നത്. ഇവിടെ 6, 0 ആണ്. അപ്പൊ A എന്നുള്ള പോയിന്റ് എവിടെ ആയിരിക്കും, 6-ലായിരിക്കും. ആൻഡ് ഇത് 3 ആണ് ബ്രെഡ്ത്ത്. അപ്പൊ ഇവിടെ ഈ C എന്തായിരിക്കും, 3. ഇവിടെ എന്തായിരിക്കും വരുന്ന വെർട്ടീസസ്, 6, 3. സിയുടെ വെർട്ടീസസ് എന്തായിരിക്കും, 0, 3. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് മലയാളം. ഒരു വേർഡ് തന്നിട്ടുണ്ട്, മലയാളം. ലെറ്റേഴ്സ് റിട്ടൺ ഇൻ പേപ്പർ സ്ലിപ്സ്. അതെല്ലാം കൂടി, ഇതിന്റെ ലെറ്റേഴ്സ് എല്ലാം കൂടി പേപ്പർ സ്ലിപ്പിൽ എഴുതിയിട്ട് ഒരു ബോക്സിലേക്ക് ഇട്ടു. ആൻഡ് പുട്ട് ഇൻടു എ ബോക്സ്. എ ചൈൽഡ് ഈസ് ആസ്ക്ഡ് ടു ടേക്ക് 1 സ്ലിപ്പ് ഫ്രം ദ ബോക്സ് വിതൗട്ട് ലുക്കിംഗ്. അപ്പോൾ ഒരാള് അതിനകത്ത് നോക്കാതെ ഒരു ലെറ്റർ എടുക്കണം. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ലെറ്റർ എ? അങ്ങനെയാണെങ്കിൽ ലെറ്റർ എ കിട്ടാനുള്ള P ഓഫ് ഗെറ്റിംഗ് ലെറ്റർ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, P ഓഫ് പ്രോബബിലിറ്റി ഓഫ് നോട്ട് ഗെറ്റിംഗ് എ. അപ്പോൾ എ കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ എ എത്ര എണ്ണം ഉണ്ട്, 4 എണ്ണം ഉണ്ട്. ടോട്ടൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട്, 1, 2, 3, 4, 5, 6, 7, 8, 9 ലെറ്റേഴ്സ് ഉണ്ട്. സോ എ കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണ്, 4/9. നോട്ട് ഗെറ്റിംഗ് എ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്താൽ മതി, 1 - 4/9 എന്ത് കിട്ടും, 5/9. ഓക്കെ, അപ്പൊ 4/9 5/9 ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. അപ്പൊ ഇതും ഒരു 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, the algebraic form of an arithmetic sequence is 5n plus 3. What is the first form of the sequence? First form എന്ന് പറഞ്ഞാൽ n = 1 കൊടുക്കുക, എന്ത് കിട്ടും, 5 + 3 8 എന്ന് കിട്ടും. പിന്നെ ചോദിച്ചേക്കുന്നത്, what will be the remainder if the terms of sequence divided by 5? അപ്പോൾ ഈ സീക്വൻസ് ഏതായിരിക്കും, 8 2 ഇട്ട് കൊടുത്താൽ എന്ത് വരും, 13 3 ഇട്ട് കൊടുത്താൽ എന്ത് വരും, 18. അങ്ങനെ അങ്ങ് പോകും. അപ്പൊ D എന്താണ്, 5 ആണ്. അത് ഇവിടെ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് പറഞ്ഞുള്ളൂ. ഇനി ഡിവൈഡഡ് ബൈ 5 ചെയ്താ, 8 ഡിവൈഡഡ് ബൈ 5 ചെയ്താൽ എന്ത് കിട്ടും, റിമൈൻഡർ 3. 13 ബൈ 5 ചെയ്താൽ സെയിം റിമൈൻഡർ 3 ആയിരിക്കും കിട്ടുന്നത്. സോ റിമൈൻഡർ നമുക്ക് 3 എന്ന് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ വെയ്റ്റ്സ് ഓഫ് 11 ചിൽഡ്രൻ ഇൻ എ സ്കൂൾ ക്രിക്കറ്റ് ക്ലബ് ആർ 35. ഒരു 11 കുട്ടികളുടെ വെയിറ്റ് തന്നിട്ടുണ്ട്. 35, 39, 32, 36, 40, 30, 34, 37, 38, 33, 31. ഫൈൻഡ് ദ മീഡിയൻ വെയിറ്റ്. അങ്ങനെയാണെങ്കിൽ മീഡിയൻ വെയിറ്റ് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം, ഈ വെയിറ്റ്സിനെ അസെൻഡിങ് ഓർഡറിൽ എഴുതണം. അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ ചെറുത് തൊട്ട് വലുത് വരെ. അപ്പോ ഇവിടെ ഏറ്റവും ചെറിയ നമ്പർ ഏതാണ്, 30. 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40. ഇനി സെന്ററിൽ വരുന്ന നമ്പർ ഏതാണ്,
1 2 3 ഇത്രയും കഴിഞ്ഞ സെന്ററിൽ വരുന്ന നമ്പർ ഇസ് 35. സോ മീഡിയൻ വെയിറ്റ് എന്താണ്? 35. ഓക്കെ, 35 കിലോഗ്രാം. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആണ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് അത് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇൻ ദ ഫിഗർ O is a center of circle. ഒരു ഫിഗർ തന്നിട്ടുണ്ട്. അപ്പൊ ആ ഫിഗർ ഞാൻ ഫസ്റ്റ് ഒന്ന് വരയ്ക്കാം. A B C D. ഇവിടെ സെന്റർ O ഉണ്ട്. ഈ പോയിന്റിനെ P എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ആംഗിള് 100 ഡിഗ്രി തന്നിട്ടുണ്ട്. 100 ഡിഗ്രി. Then this angle is 120 degree. In the figure, ഈ പോയിന്റ് E ആണ്. O is the center of circle and A B C D E are the points on the circle. ആംഗിൾ EAB എന്ന് തന്നിട്ടുണ്ട്, 120 ഡിഗ്രി തന്നിട്ടുണ്ട്. ആംഗിൾ EPD തന്നിട്ടുണ്ട്, ആംഗിൾ EPD 100 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ വേണം. ദിസ് ആംഗിൾ EDB, ആംഗിൾ ECB, ഈ ആംഗിൾ വേണം. ദെൻ ആംഗിൾ DBC, ഈ ആംഗിളും വേണം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ആംഗിൾ മാത്രം അറിയാം. അപ്പൊ ഇത് 100 ആണെങ്കിൽ ഇത് എന്തായിരിക്കും? 100 ഡിഗ്രി, ഓപ്പോസിറ്റ് ആംഗിൾ ആണ്. പിന്നെ ഇത് 120 ഡിഗ്രി ആണല്ലേ. ഇത് 120 ആവുമ്പം ഈ ABCE എന്ന് പറഞ്ഞാൽ ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നെങ്കിൽ ഒരു സർക്കിളിന്റെ 4 വശത്തും ആ ക്വാഡ്രിലാറ്ററിന്റെ 4 കോർണറും ടച്ച് ചെയ്യണം. So ABCE is a cyclic quadrilateral. So ABDE ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. ഏതായാലും നോക്കിയാൽ മതി. അപ്പൊ എന്ത് വരും? 120 പ്ലസ് 60 ഡിഗ്രി. ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം 180 ആണ്. സോ 60 ഡിഗ്രി. അപ്പോൾ ഇങ്ങനെ നോക്കിയാലും ഇത് എന്ത് വരും? 60 ഡിഗ്രി. അല്ലെങ്കിൽ ഇയും ബിയും കൂടി ഒന്ന് ജോയിൻ ചെയ്ത ഈ രണ്ട് ആംഗിൾസും എങ്ങനെയാണ്? സെയിം ക്വാഡ്രൻസിലാണ്. സോ ആംഗിൾസ് സെയിം ആയിരിക്കും. 60 ഡിഗ്രി. 100 പ്ലസ് 60 160. 160 പ്ലസ് 20 അല്ലേ 180. ഇതൊരു ട്രയാങ്കിൾ അല്ലേ. സോ ഈ ആംഗിൾ എന്തായിരിക്കും? 20 ഡിഗ്രി. ഓക്കെ, സിക്സ്ത് ക്വസ്റ്റ്യൻ. The algebraic form for the sum of first n terms of an arithmetic sequence, അതായത് Sn equal to 2n square plus 8n തന്നിട്ടുണ്ട്. How many consecutive terms of sequence starting from the first are to be added to get 330? അപ്പോൾ ഈ സീക്വൻസിൽ എത്ര ടേംസ് ആഡ് ചെയ്താൽ 330 കിട്ടും എന്നാ ചോദിച്ചേക്കുന്നത്. അതായത് Sn equal to 330. അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? n കണ്ടുപിടിക്കണം. 2n square plus 8n equal to 330. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2n square plus 8n minus 330 equal to 0. ബൈ 2 ചെയ്താൽ എന്ത് വരും? n square plus 4n minus 115 equal to 0. അപ്പൊ നമുക്ക് ഇതിനെ സോൾവ് ചെയ്യണം അല്ലേ. അപ്പൊ ഞാൻ ഇത് നേരത്തെ ഉള്ള വീഡിയോസിലൊക്കെ ഇത് സോൾവ് ചെയ്യാൻ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ളത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ചെയ്യാണ്. 1 into 1 into 15, 11 into 15, 1 into 1 1. അത് ഇവിടുത്തെ കോഎഫിഷ്യന്റ് എന്താ? 1 ആണ്. ഇവിടെ മൈനസ് 115 ആണ്. അപ്പൊ മൈനസ് 11 into 15 മൈനസ് 115. അപ്പൊ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും എങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ളത്. ഇത് ഈസിലി സോൾവ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ -b പ്ലസ് ഓർ മൈനസ് അങ്ങനെയായാലും ചെയ്താൽ മതി. ദെൻ 15 minus 11 4. So n equal to 11 or minus 15. നെഗറ്റീവ് ഒന്നും വരില്ലല്ലോ. സോ n equal to 11. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 7th ക്വസ്റ്റ്യൻ ആണ്. ABCD is a parallelogram. നമുക്കൊരു പാരലോഗ്രാം തന്നിട്ടുണ്ട്. ABCD ഇത് 4 സെന്റിമീറ്റർ, ഇത് 8 സെന്റിമീറ്റർ. ഈ ആംഗിള് 120 ഡിഗ്രി തന്നിട്ടുണ്ട്. ഓക്കെ,
ABCD is a parallelogram. AB equal to 8 centimeter. AD equal to 4 centimeter. Angle B is equal to 120 degree. First question, what is angle A? അപ്പോൾ ഒരു പാരലോഗ്രാമിന്റെ അഡ്ജസന്റ് ആംഗിൾസ് എങ്ങനെയാണ് ആഡ് ചെയ്യുമ്പോൾ 180 കിട്ടണം. സോ ഇത് 120 ആയതുകൊണ്ട് ഇത് എന്താണ് 60 ഡിഗ്രി. ഓക്കെ, ആംഗിൾ എ ഈക്വൽ ടു 60 ഡിഗ്രി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ഡി ടു എ ബി? അതായത് ഈ ഒരു ലെങ്താണ് ചോദിച്ചേക്കുന്നത്. ഈ ലെങ്ത് എത്രയാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഈ ആംഗിൾ എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് 90 ഡിഗ്രി ആയിരിക്കും. സോ നമുക്ക് എന്താ കൊടുക്കാം? സൈൻ 60 കൊടുക്കാം. സൈൻ 60 ഈക്വൽ ടു ഈ പോയിന്റിനെ ഇന്ന് മാർക്ക് ചെയ്ത സൈൻ 60 ഈസ് ഈക്വൽ ടു AE/4. അപ്പൊ AE എന്ത് കിട്ടും? 4 ഇൻറ്റു സൈൻ 60. സൈൻ 60യുടെ വാല്യൂ എന്താ? √3/2. √3യുടെ വാല്യൂ അറിയാമെങ്കിൽ 1.732 ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അത്രയും സെന്റിമീറ്റർ ആണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ഡി ടു എ ബി. ഇനി സി പാർട്ട് ചോദിച്ചേക്കുന്നത്, വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ABCD? ABCD എന്ന് പറയുന്ന ഈ ഒരു പാരലോഗ്രാമിന്റെ ഏരിയ ചോദിച്ചേക്കുന്നത്. ഏരിയ എന്താണ്? BH ആണ്. ബേസ് എന്താണ്? 8. ഹൈറ്റ് എന്താണ്? 4√3/2. ഇത് കട്ടായി പോവും. 16 ഇൻറ്റു √3. 16 ഇൻറ്റു 1.732 സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, ഇനി 8th ക്വസ്റ്റ്യൻ ആണ്. ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 സെന്റിമീറ്റർ. റേഡിയസ് 3 സെന്റിമീറ്റർ ഉള്ള ഒരു സർക്കിൾ വരയ്ക്കുക. അപ്പൊ ഫസ്റ്റ് ഒരു സെന്റർ മാർക്ക് ചെയ്യുക. 3 സെന്റിമീറ്റർ എടുത്തിട്ട് ഒരു സർക്കിൾ വരയ്ക്കുക. ദെൻ മാർക്ക് എ പോയിന്റ് 7 സെന്റിമീറ്റർ എവേ ഫ്രം ദി സെന്റർ. അപ്പൊ ഈ സെന്ററിൽ നിന്ന് 7 സെന്റിമീറ്റർ അകലെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരു 4 സെന്റിമീറ്റർ എക്സ്റ്റെൻഡ് ചെയ്യുക. അപ്പൊ ടോട്ടൽ 7 സെന്റിമീറ്റർ ആവും. ഈ പോയിന്റിനെ A എന്ന് മാർക്ക് ചെയ്തു. ദെൻ ഈ പോയിന്റിൽ നിന്ന് സർക്കിളിലേക്ക് നമ്മൾ ടാൻജൻസ് വരയ്ക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ OA എന്ന് പറയുന്ന ലെങ്തിനെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുകയാണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മൾ OAക്ക് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക. അപ്പോൾ ഇവിടെ ആർക്ക് കട്ട് ചെയ്തു, ഇവിടെ ആർക്ക് കട്ട് ചെയ്തു. ഇങ്ങനെ ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു. ഈ പോയിന്റിനെ M എന്ന് മാർക്ക് ചെയ്തു. ദെൻ OM റേഡിയസ് ആക്കി വെച്ചുകൊണ്ട് ഒരു സർക്കിൾ വരയ്ക്കുക. ഓക്കെ, OM റേഡിയസ് ആക്കി വെച്ചുകൊണ്ട് ഒരു സർക്കിൾ വരയ്ക്കുക. ഈ സർക്കിള് ഈ മറ്റേ ആദ്യം വരച്ച സർക്കിളിനെ ടച്ച് ചെയ്യുന്ന പോയിന്റ് PQ എന്ന് മാർക്ക് ചെയ്യുക. ആ പോയിന്റിലേക്ക് ഫ്രം ദ പോയിന്റ് A ജോയിൻ ചെയ്യുക. അപ്പൊ അതാണ് ടാൻജൻസ്. ഈ പോയിന്റിലേക്ക് ജോയിൻ ചെയ്യുക, അതാണ് ടാൻജൻസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 9th ക്വസ്റ്റ്യൻ ആണ്. ഒരു സ്ക്വയർ പിരമിഡ്. അപ്പോൾ ഫസ്റ്റ് ഒരു സ്ക്വയർ പിരമിഡ് എങ്ങനെ ഇരിക്കും? ബേസ് സ്ക്വയർ ആയിരിക്കും, മുകളിലേക്ക് 4 ട്രയാങ്കിൾ ഉണ്ടാവും അല്ലേ? ഓക്കെ, 4 ട്രയാങ്കിൾ ഉണ്ടാവും. അപ്പോ ക്വസ്റ്റ്യൻ ഇതാണ്, പെരിമീറ്റർ ഓഫ് ദി ബേസ് ഓഫ് എ സ്ക്വയർ പിരമിഡ് ഈസ് 96 സെന്റിമീറ്റർ. അതായത് 4A ഈക്വൽ ടു 96. ഹൈറ്റ് 16 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. 16 സെന്റിമീറ്റർ. ഇതിന്റെ ഹൈറ്റ് എന്താണ്? ഈ സെന്ററിൽ നിന്ന് ഈ ടോപ്പ് കോർണറിലേക്കുള്ള ഡിസ്റ്റൻസ്. ദെൻ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ബേസ് എഡ്ജ്? ബേസ് എഡ്ജിന്റെ ലെങ്ത് എന്താണ്? A. 4A ഈക്വൽ ടു 96 ആണെങ്കിൽ A എന്താണ്? 96/4 24 സെന്റിമീറ്റർ ആണ്. ഓക്കെ, പിന്നെ ചോദിച്ചിരിക്കുന്നത് സ്ലാൻഡ് ഹൈറ്റ് ആണ്. ഈ ചെരിഞ്ഞുള്ള ലെങ്ത്, അതിനെ നമ്മൾ L എന്ന് എടുത്താൽ ആ സ്ലാൻഡ് ഹൈറ്റ് എന്തായിരിക്കും? നമുക്ക് ഇത് ഇവിടെ ഒരു ട്രയാങ്കിൾ ആയിട്ട് എടുത്താൽ എന്ത് വരും? ഈ സൈഡ് A/2, ഇതെന്താണ്? H. അപ്പൊ √A/2 സ്ക്വയർ. A എന്താണ്? 24. 12 സ്ക്വയർ പ്ലസ് H സ്ക്വയർ. H എന്താണ്? 16. അപ്പൊ 256 പ്ലസ് 144. അപ്പൊ √400 എന്ന് വരും. അതായത് 20 സെന്റിമീറ്റർ ആണ് സ്ലാൻഡ് ഹൈറ്റ്. നെക്സ്റ്റ്, ഫൈൻഡ് ദ ലാറ്ററൽ സർഫസ് ഏരിയ. നമ്മൾ ഈ ചുറ്റുമുള്ള ഇതിനെ അല്ലേ ലാറ്ററൽ സർഫസ് എന്ന് പറയാ. ആ ലാറ്ററൽ സർഫസിന്റെ ഏരിയ കാണണം. അപ്പൊ ലാറ്ററൽ സർഫസ് ഏരിയയുടെ ഇക്വേഷൻ 2AL ആണ്. 2AL 2 ഇൻറ്റു 24 ഇൻറ്റു 20. അപ്പൊ എന്ത് വരും? 960 സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, അത്രയാണ് ഏരിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമുക്കൊരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. 10th ക്വസ്റ്റ്യൻ ആണ്.
P21, Q33, R12, A, B, C. Okay. PQR are the midpoints of the sides of triangle ABC. First question, what is a type of quadrilateral is PQCR. ഈ PQCR എന്ന് പറയുന്നത് എന്ത് ക്വാഡ്രിലാറ്ററൽ ആണ്? ഇറ്റ്സ് എ പാരലലോഗ്രാം. ഓപ്പോസിറ്റ് സൈഡ്സ് എങ്ങനെയാണ്? പാരലൽ ആണ്. സോ PQCR is a parallelogram. നെക്സ്റ്റ് ചോദിച്ചേക്കുന്നത് write the coordinates of vertices A and C. എയുടെയും സിയുടെയും കോർഡിനേറ്റ്സ് APQR എന്ന് പറയുന്നത് എന്താണ്? ഒരു പാരലോഗ്രാം ആണ്. സോ പാരലോഗ്രാമിന്റെ ഓപ്പോസിറ്റ് ഉള്ള ലെങ്ത് എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണ്? 3 - 1 2 ആണ്. എക്സ് ആക്സിസിലുള്ള ഡിസ്റ്റൻസ് അല്ലേ? സോ എക്സ് കോർഡിനേറ്റ്സ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പൊ 3 - 1 2. അപ്പൊ ഇവിടെ എന്ത് വരും? 2 - 2 0. ഈ ഡിസ്റ്റൻസ് 2 വരണമെങ്കിൽ ഇവിടെ 0, ഇവിടെ 2 വന്നാലല്ലേ പറ്റുള്ളൂ. ഓക്കെ, ഈ രണ്ട് പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണ്? 3 - 1 2 ആണ്. അപ്പൊ 2 - 2 0 വരണമെങ്കിൽ 3 - 1 2 ആണ്. അപ്പൊ ഈ ഡിസ്റ്റൻസ് എന്ത് വരണം? 2 വരണം. അതായത് 2 - 0 വന്നാലല്ലേ 2 വരുള്ളൂ. സോ ഈ കോർഡിനേറ്റ്സ് എന്താണ്? 0 0. അതുപോലെ തന്നെ ഈ PQCRും ഒരു പാരലോഗ്രാം ആണ്. അപ്പോ ഈ അപ്പൊ ഈ ഒരു സൈഡിന്റെ ലെങ്ത് എന്തായിരിക്കും? ഈ ഒരു സൈഡിന്റെ ലെങ്ത് 2 - 1 1 ആണ്. അപ്പൊ ഇത് 3 ആണെങ്കിൽ ഇത് എന്ത് വരണം? 2 വരണം. ഓക്കെ, ഇനി ഈ ഒരു ഡിസ്റ്റൻസ് എന്താണ്? 3 - 1 2 ആണ്. അപ്പോ 2 + 2 4 വരണം. അപ്പോ കോർഡിനേറ്റ്സ് എന്തൊക്കെ വന്നു? 0 0 and 2 4. ഓക്കെ, ഇനി 11th ക്വസ്റ്റ്യൻ ആണ്. 11th ക്വസ്റ്റ്യൻ, P of x is a second degree polynomial with P of 1 equal to 0 and P of -2 equal to 0. P of x എന്ന് പറഞ്ഞ ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ഉണ്ട്. അവിടെ P of 1 equal to 0 ആണ് and P of -2 equal to 0 ആണ്. A പാർട്ട്, find 2 first degree factors of P of x. അപ്പൊ P of x ന്റെ രണ്ട് ഫസ്റ്റ് ഡിഗ്രി ഫാക്ടേഴ്സ്. P of 1 equal to 0 ആണെങ്കിൽ x - 1 is a factor. P of -2 equal to 0 ആണെങ്കിൽ x - -2, that is x + 2 is another factor. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ പോളിനോമിയൽ P of x. അപ്പൊ P of x equal to എന്ത് വരും? x - 1 into x + 2. അപ്പൊ എന്ത് വരും? x² - x - 2. x² + 2x - x. സോ +x, x² + x - 2. അതാണ് പോളിനോമിയൽ. ഓക്കെ, ഇനി 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. 12th ക്വസ്റ്റ്യൻ, there are 20 terms in an arithmetic sequence. ഒരു arithmetic sequenceൽ 20 terms ഉണ്ട്. അതായത് n = 20. Sum of first and last term 88 ആണ്. ഫസ്റ്റ് ടേം എന്താണ്? a. ലാസ്റ്റ് ടേമിനെ നമുക്ക് a + n - 1 × d എന്ന് എടുക്കാം, ഈക്വൽ ടു 88. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്, എ പാർട്ടായിട്ട് ചോദിച്ചേക്കുന്നത്, വാട്ട് ഈസ് ദ സം ഓഫ് സെക്കൻഡ് ആൻഡ് 19th ടേം? സെക്കൻഡ് A2 + A19. അപ്പോൾ ഫസ്റ്റ് ഇതിനകത്തുനിന്ന് നമുക്ക് എന്ത് കിട്ടും? 2a + 19 d = 88 എന്ന് കിട്ടും. അപ്പോൾ സെക്കൻഡ് a + d അല്ലേ? a + d + a + 18d, ദാറ്റ് ഈസ് 2a + 19d. അതല്ലേ ഇവിടെ കിട്ടിയേക്കുന്നത്? അതെന്താണ്? 88. ഇനി ബി പാർട്ട്, if 10th term is 42, അതായത് a + 9d = 42. വാട്ട് ഈസ് 11th term? അങ്ങനെയാണെങ്കിൽ 11th term കിട്ടണം. അപ്പോൾ 10th term നമുക്ക് 42 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് d കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 11th term കിട്ടും. അപ്പോൾ ഈ ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് വരും? 2a + 18d = 84. അപ്പോൾ ഇതിൽ നിന്ന് ഇത് സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? d = 4. അപ്പോൾ 42 ആണെങ്കിൽ നെക്സ്റ്റ് ടേം എന്തായിരിക്കും?
46. അതായിരിക്കും 11th ടേം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ കോമൺ ഡിഫറൻസ് ഓഫ് ദി സീക്വൻസ്? ഓൾറെഡി കിട്ടി, 4 ആണ്. നെക്സ്റ്റ്, വാട്ട് ഈസ് എ ഫസ്റ്റ് ടേം? അപ്പൊ d ഈക്വൽ ടു 4 ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ 9 into 4 36. 42 minus 36 6. അപ്പൊ a ഈക്വൽ ടു 6 എന്നും കിട്ടും, d ഈക്വൽ ടു 4 എന്നും കിട്ടും. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 13th ക്വസ്റ്റ്യൻ ആണ്, ഒരു കൺസ്ട്രക്ഷൻ ക്വസ്റ്റ്യൻ ആണ്. ഡ്രോ എ റെക്ടാംഗിൾ ഓഫ് ലെങ്ത് 4 cm ആൻഡ് 3 cm ബ്രെഡ്ത്ത്. അപ്പൊ നമ്മൾ 4 cm ലെങ്ത്തിലും 3 cm ബ്രെഡ്ത്തിലും ഒരു റെക്ടാംഗിൾ വരയ്ക്കുക. അപ്പോ ഇനി ചോദിച്ചേക്കുന്നത് ആൻഡ് ഡ്രോ എ സ്ക്വയർ ഓഫ് സെയിം ഏരിയ ഉള്ള ഒരു സ്ക്വയർ വരയ്ക്കണം. അപ്പോ ഇതിനെ PQRS എന്ന് മാർക്ക് ചെയ്യാം. ഇനി നമ്മൾ ഈ ഒരു 3 cm ബ്രെഡ്ത്ത് ഉണ്ടല്ലോ, അത് ഇങ്ങോട്ടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യാണ്. 3 cm കൂട്ടി വരച്ചു. ഈ പോയിന്റിനെ എ എന്ന് മാർക്ക് ചെയ്യാണ്. ദെൻ പി എയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ട് ചെയ്യുക. ഓക്കെ. അപ്പൊ ഈ ഒരു പോയിന്റ് കിട്ടും. പോയിന്റിനെ എം എന്ന് മാർക്ക് ചെയ്തു. ദെൻ PM റേഡിയസ് ആക്കി വെച്ചുകൊണ്ട് ഒരു ഹാഫ് സർക്കിൾ വരച്ചു. ഓക്കെ. ദെൻ ഈ ഒരു ബ്രെഡ്ത്തിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇവിടെ വരെ എക്സ്റ്റെൻഡ് ചെയ്തു. ആ പോയിന്റിനെ ബി എന്ന് മാർക്ക് ചെയ്തു. അപ്പോൾ ഈ QB ലെങ്ത് ആയിട്ട് എടുത്തിട്ട് നമ്മൾ ഒരു സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യുക അവിടെ. ഓക്കെ. QB ലെങ്ത് ആയിട്ട് എടുത്തിട്ട്, സ്ക്വയറിന്റെ 4 സൈഡ്സും സെയിം ലെങ്ത് ആണല്ലോ, സോ ഒരു സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യുക. അതാണ് ഈ റെക്ടാംഗിളിന്റെ സെയിം ഏരിയ ഉള്ള സ്ക്വയർ. ഓക്കെ. അപ്പോൾ 13 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോ കംപ്ലീറ്റ് ചെയ്തത്. അപ്പൊ ഇനി കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ബാക്കിയുണ്ട്, ഒരു 29 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ റിപ്ലൈ തരുന്നതായിരിക്കും. വീഡിയോ ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സ്, നെയ്ബേഴ്സ് ആരെങ്കിലും ഒക്കെ 10th സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ.